നമസ്കാരം, സെബാസ്റ്റ്യനാണ്. എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാരൻസും വിദ്യാർത്ഥികളും ഒക്കെ വിളിക്കുന്ന സമയത്ത് അറിയിക്കുന്ന ആശങ്കകളിലൊന്നാണ് ഈ കോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്. പലപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കോഴ്സുകളെ ഒന്നാകെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നതാണ്. നമുക്കറിയാം, കേരളത്തിൽ ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിക്ക് മുമ്പിൽ എത്തുന്ന ഓപ്ഷൻസ് വളരെയധികമുണ്ട്. ധാരാളം കോളേജുകൾ, ധാരാളം കോഴ്സുകൾ, ധാരാളം ഫീ ടൈപ്പ്, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കോഴ്സുകളുടെ സ്ട്രീമുകൾ ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഏത് സ്ട്രീമിൽ വരുന്ന പ്രോഗ്രാമാണ്. ഇത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടാണോ, ഇത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണോ, ഇത് മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടാണോ, ഇത് സിവിൽ എഞ്ചിനീയറിംഗുമായി, ഇതൊന്നും തിരിച്ചറിയാതെ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ആക്ഷേപം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലായതുകൊണ്ട് പലപ്പോഴും അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അതിന് സഹായകരമാവുന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കോഴ്സുകളെ ഒന്നാകെ കാണുന്നതിന് പകരം പല പല ഗ്രൂപ്പുകളായിട്ട് സ്ട്രീമിൻ്റെ അടിസ്ഥാനത്തിലും ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ പല പല ഗ്രൂപ്പുകളായിട്ടൊന്ന് തിരിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എ മുതൽ എഫ് വരെയുള്ള 6 ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തരംതിരിക്കുന്ന സമയത്ത് എ മുതൽ എഫ് വരെ ഒരു റാങ്കിങ് ആയിട്ടല്ല ചിത്രീകരിക്കുന്നത്. ക്ലാസിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എ മുതൽ എഫ് വരെ ഉള്ള ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് നമുക്ക് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു സ്ട്രീമിനെ പരിഗണിക്കാം. IT ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കോർ പ്രോഗ്രാമായിട്ട് വരുന്നത്. ഇത് മാത്രമല്ല, ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, AI ആൻഡ് ഡാറ്റ സയൻസ് ഉണ്ട്, AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എ സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിൽ വരുന്ന കോമ്പിനേഷനുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പ്ലസ് എ സ്പെഷ്യലൈസേഷൻ അങ്ങനെ വരുന്ന പ്രോഗ്രാമുകളുണ്ട്, സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുണ്ട്, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന പ്രോഗ്രാമുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന പ്രോഗ്രാമുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഈ ഒരു സ്ട്രീമുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. ഇതിൽ ചില കോഴ്സുകൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, ചിലതൊക്കെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട, സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. ഇത് ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, മറ്റ് പല ഗ്രൂപ്പിലും ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പൊരിക്കൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനുകളിലാണ് പ്രോഗ്രാമുകളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ സിലബസ് നോക്കിക്കഴിയുമ്പോൾ ഇത് മനസ്സിലാവും. അപ്പോൾ ചില പ്രോഗ്രാമുകൾ എഞ്ചിനീയറിങ്ങിൻ്റെ പേപ്പേഴ്സ് കൂടുതലുണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ടെക്നോളജിയും കൂടെ ഉണ്ടാവും. ചില പ്രോഗ്രാമുകളിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കോറും അതിൻ്റെ കൂടെ കുറച്ച് സയൻസ് വരുന്ന രീതിയിലായിരിക്കും രൂപപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. ചില പ്രോഗ്രാമുകൾ പൂർണ്ണമായിട്ടും ടെക്നോളജി ബേസ്ഡ് പ്രോഗ്രാമുകളായിരിക്കും. അപ്പോൾ ഇവയെല്ലാം നമുക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിനായിട്ട് ലഭ്യമായിട്ട് പ്രോഗ്രാമുകളുടെ പൊതു സ്വഭാവമായി കാണണം. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും വരുന്ന പ്രോഗ്രാമുകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, എഞ്ചിനീയറിങ്ങും സയൻസും ടെക്നോളജിയും എന്നിങ്ങനെയുള്ള ഒരു വകതിരിവ് ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. ഗ്രൂപ്പ് ബിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുകൂടാതെ എംബഡഡ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് എയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രണ്ടും വ്യത്യസ്തമാണ്. ഗ്രൂപ്പ് എയിൽ നിന്ന് ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് ബിയുടെ ഒരു അക്സെപ്റ്റൻസ് ലെവൽ വളരെ അധികമാണ്. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും കഴിഞ്ഞാൽ ഗ്രൂപ്പ് സി ആയിട്ട് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ മാനുഫാക്ചറിങ്, ഓട്ടോമേഷനൊക്കെ തുടങ്ങുന്ന ഒരു സെഗ്മെൻറ്റ്, അതെല്ലാം കൂടി ഉൾപ്പെട്ട ഒരു ഇൻഡസ്ട്രി പരിഗണിക്കും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവേ അവർ കുറച്ച് നേരത്തെ ആ കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴൊക്കെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങും, എനിക്ക് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. അത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രിയോടുള്ള അടുപ്പം കൊണ്ടും, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എയ്റോസ്പേസിലേക്കോ അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിലൊക്കെ പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഉള്ള വിദ്യാർത്ഥികളും അങ്ങനെ സെലക്ട് ചെയ്യും.
അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് പോകാനോ മെക്കാട്രോണിക്സും പിന്നെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതൊരു കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ വരുന്ന പ്രോഗ്രാമാണ്. ആക്ച്വലി അതൊരു മെക്കാനിക്കൽ സ്ട്രീമിൽ വരുന്ന കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. മെക്കാനിക്കൽ സ്ട്രീമിൽ വരുന്ന ആ ഗ്രൂപ്പിൽ വരുന്ന പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, എൻവയോൺമെൻ്റ് ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ബ്രാഞ്ച് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, സിവിൽ എഞ്ചിനീയറിംഗ് പ്ലസ് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ സ്പെഷ്യലൈസേഷൻ വരുന്ന രീതിയിലുള്ള ബ്രാഞ്ചുകളൊക്കെ ഇതിനകത്ത് വരാവുന്നതാണ്. കേരളത്തിൽ അത്രത്തോളം കോഴ്സുകളില്ലെങ്കിലും കേരളത്തിന് വെളിയിൽ ഇത്തരത്തിലുള്ള ധാരാളം പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പരിഗണിക്കുന്ന ഒരാൾ അയാൾക്ക് കണക്റ്റഡായിട്ട് പോകാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് മനസ്സിലാക്കണം. പിന്നീട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെയും നമുക്ക് ആക്സെപ്റ്റൻസ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രീമിൽ വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിലെ പ്രോഗ്രാമുകളുടെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ കൂടാതെ നമ്മളിപ്പോൾ എ മുതൽ ഡി വരെയുള്ള പ്രോഗ്രാമുകൾ എടുത്തപ്പോൾ ഇതിലൊന്നും പെടാത്ത കുറച്ച് പ്രോഗ്രാമുകൾ നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ കാണാം. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും നമുക്കൊരു 2 ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില സ്പെഷ്യലൈസേഷനൊക്കെ വരുന്ന പ്രോഗ്രാമുകൾ അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ഇതേ കൂട്ടത്തിൽ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വിഭാഗമാണ് ഫുഡ് ടെക്നോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്. ഇതൊക്കെ ഒരു ഓരോന്നും അതിൻ്റേതായ ഇൻഡസ്ട്രിയുമായി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്കല്ല ബയോടെക്നോളജി പോകുന്നത്. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പ്രോഗ്രാമാണ്. എങ്കിൽ കൂടി നമ്മൾ ആദ്യം മുതൽ എ മുതൽ ഡി വരെ പറഞ്ഞ ഗ്രൂപ്പുകളിലെ പ്രോഗ്രാമുകളല്ലാതെ തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എടുക്കാവുന്ന രീതിയിലുള്ള കുറച്ച് പ്രോഗ്രാംസ് ഈ ഗ്രൂപ്പിലുണ്ട്. ഇവ കൂടാതെ നമുക്കിനി ഒരു ഗ്രൂപ്പ് കൂടെ കണ്ടെത്താൻ പറ്റും. ആ ഗ്രൂപ്പിൽ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്യാത്ത പ്രോഗ്രാമുകളെല്ലാം വരും. ഇപ്പോൾ അഗ്രികൾച്ചർ വരുന്നത്, ഡയറിയുമായി ബന്ധപ്പെട്ട ഡയറി ടെക്നോളജിയൊക്കെ നമുക്ക് UG പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റും. എയ്റോസ്പേസും മറൈൻ എഞ്ചിനീയറിംഗ് വരുന്നത് അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ, അതും അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് Fൽ നമുക്ക് പരിഗണിക്കാവുന്ന പ്രോഗ്രാമാണ്. ഇതുകൂടാതെ എനർജിയുമായി ബന്ധപ്പെട്ട എനർജി മാനേജ്മെൻറ്റ്, റിന്യൂവൽ എനർജിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന പ്രോഗ്രാമുകളൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് F എന്ന വിഭാഗത്തിൽ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ A മുതൽ F വരെയുള്ള ഓരോ ഗ്രൂപ്പും എടുത്ത് പരിഗണിക്കുന്ന സമയത്ത് വിവിധ പ്രോഗ്രാമുകളെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അവ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് ഇമേജുകൾ, കുറച്ച് വിവരങ്ങൾ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. നിങ്ങളത് ഒന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പതിവ് പോലെ നിങ്ങളത് അവതരിപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് കഴിയുന്നതും ഞാൻ മറുപടി തരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ടുള്ള ശ്രമിക്കുക. ഏറ്റവും മികച്ച രീതിയിലുള്ള ഓപ്ഷൻസിലൂടെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എത്താൻ പറ്റുന്ന രീതിയിൽ ഈ വിവരങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.